ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞി പാവാട തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പം ആ ക്ലോത്തിനെ ഞാൻ രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണ് കേട്ടോ ഇത്. അപ്പം ഇനി നമുക്ക് വേണ്ട അളവെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2.5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അളവാണ് എടുക്കുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് വീതി വേണ്ടത് 42 അല്ലെങ്കിൽ ഒരു 43 സെൻറ്റിമീറ്റർ ആട്ടോ നമുക്ക് വേണ്ടത്. നമുക്ക് ഇറക്കം ഒരു 15ഓളം എടുക്കണം. പടി വെച്ചിട്ടല്ല കേട്ടോ തയ്ക്കുന്നത്, പടി ഇല്ലാണ്ട് എലാസ്റ്റിക് വെച്ച് തയ്ക്കുന്ന പാവാടയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ ധാരാളം മതി കേട്ടോ. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് ഇറക്കം കേട്ടോ. പാവാടയുടെ ഇറക്കം 15 സെൻറ്റിമീറ്ററും വീതിക്ക് അതായത് അരവണ്ണം ഉണ്ടല്ലോ അത് ഒരു 42-43 സെൻറ്റിമീറ്റർ വരത്തക്ക വിധത്തിലുമാണ് എടുത്തിട്ടുള്ളത്. ആ പീസ് ഞാനിതാ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീതിക്ക് നമ്മൾ 42 സെൻറ്റിമീറ്റർ വരുന്ന മടക്കിയിട്ടാവുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് 21-22 ആ ഒരു റേഞ്ചിൽ നമുക്ക് എടുത്താൽ മതി കേട്ടോ. 21-21.5 അത്രയൊക്കെ മതിയാവും നമുക്ക്. അപ്പം അതിന് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് വർക്കായിട്ടുള്ള തുണി ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും അതേപോലെ തന്നെ മടക്കിയിട്ടതിന് ശേഷം ആ ക്ലോത്ത് നമ്മൾ മുറിച്ചെടുത്ത ക്ലോത്ത് വെച്ചിട്ട് ആ ഒരളവിൽ തന്നെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാവാട നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ലൈനിങ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് കട്ട് വർക്കുള്ള തുണി ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് പറന്ന് നിൽക്കുമല്ലോ, കുറച്ചും കൂടി ഭംഗിയാണ് ലൈനിങ് ഉള്ളത് തയ്ക്കുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് എടുത്തിട്ടുള്ളത്. അപ്പം അതേ അളവിൽ തന്നെ നമ്മൾ ആദ്യം മുറിച്ചെടുത്ത ക്ലോത്തിൻ്റെ അതേ അളവിൽ തന്നെ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പാവാടേൻ്റെ ലൈനിങ്ങും മുറിച്ചെടുക്കാം. അപ്പോൾ കുട്ടിയുടെ വണ്ണവും പൊക്കമൊക്കെ അനുസരിച്ച് നമുക്ക് ഇറക്കം കറക്റ്റായിട്ട് അളന്നെടുക്കാം കേട്ടോ. അപ്പം പൊക്കത്തിനും വണ്ണത്തിനും അനുസരിച്ച് നമ്മൾ അതേ അളവിൽ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കുക. അതിന് ശേഷം നമുക്ക് അരയ്ക്ക് ആവശ്യമായിട്ടുള്ള എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടിയുടെ വണ്ണം എത്രയാണോ അതിനേക്കാൾ ഒരു 2-3 ഇഞ്ച് കുറവുള്ള എലാസ്റ്റിക്കാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് എലാസ്റ്റിക്കും എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നല്ല ക്ലോത്തും ലൈനിങ്ങും തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് വയ്ക്കാം. തെന്നി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ആദ്യം ഒരു അടിപ്പ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലൈനിങ് തുണി ഉള്ളിൽ വരത്തക്ക വിധത്തിൽ നമുക്ക് ക്ലോത്തിൻ്റെ ഉള്ളിൽ നല്ല വശം അടിയിൽ, അതായത് നല്ല ക്ലോത്തിൻ്റെ നല്ല വശം അടിഭാഗത്തും ചീത്ത വശത്താണല്ലോ നമ്മൾ ലൈനിങ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ചീത്ത വശത്തേക്ക് ലൈനിങ് വെച്ചിട്ട് നമുക്ക് ചേർത്തൊന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നീളത്തിൽ അടിച്ചു കൊടുക്കുകയാണ്. ലൈനിങ് നമ്മൾ ആ ക്ലോത്തിലേക്ക് അടിച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് പിടിപ്പിച്ച് ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അതിന് ശേഷം നമുക്കത് തിരിച്ചിട്ടിട്ട് അതവിടെ എക്സ്ട്രാ വന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുറിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മുറിച്ച് കളയുന്നു. ഇനി അടിഭാഗം മടക്കി തയ്ക്കാത്ത വിധത്തിലാണ് ഞാനിത് തയ്ച്ചെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉള്ളിക്കൂടി ഇങ്ങനെ തയ്ച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് ഒരുമിച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത്. നല്ല വശവും ചേർത്ത് ഒരുമിച്ച് പിടിച്ചിട്ട് ഉള്ളിൽ കൂടെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടും അങ്ങനെ അടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാരണം നമ്മൾ 2 സൈഡും അടിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഉള്ളിൽ കൂടി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. നമ്മൾ ഈ തലയിൽ കിട്ടുന്ന സ്ക്രഞ്ചീസൊക്കെ തയ്ക്കുന്നത് ഈ മോഡലിലാണ്. അതേപോലെ തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ കൂടി ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മനോഹരമായിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് പാവാട കിട്ടും. നമ്മൾ അടിഭാഗം അടിച്ചു കൊടുക്കുന്നതിനേക്കാളും ഭംഗി ഇങ്ങനെ തയ്ച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അടിയിൽ മടക്കി അടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോൾ. അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് അങ്ങേ അറ്റം വരെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നേരെ ലെവലിൽ തയ്ച്ച് പോകാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഓരോ സപ്പോർട്ട് കൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ടിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് തുണി മറിച്ചിടാം. നമ്മൾ ഉള്ളിൽ കൂടെയാണല്ലോ അടിച്ചെടുത്തത്, മറിച്ചിട്ട് നേരെ ആക്കിയിട്ടുണ്ട്. നേരെ ആക്കുമ്പോൾ
ഒരു ഭാഗം ഒരു ഭാഗത്ത് നമ്മൾ അടിപ്പ് കൊടുത്തിട്ടുണ്ട്, മേലെ ഭാഗത്ത് നമ്മൾ അടിപ്പ് കൊടുത്തിട്ടുണ്ട്, ലൈനിങ്ങും ക്ലോത്തും തമ്മിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അടിഭാഗം ഇതുപോലെയാണ് ഉണ്ടാകുക. നമ്മൾ അടിച്ച ഭാഗം ക്ലോത്തിൻ്റെ ഉൾഭാഗത്തേക്കാണ് വരുന്നത്. പുറമേ ഒന്നും നമ്മൾ അടിച്ചതൊന്നും കാണാൻ ഒരു സാധ്യതയില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് മടക്കി എടുക്കുന്നത് കേട്ടോ. നമ്മൾ ലൈനിങ്ങും നല്ല ഭാഗവും കൂട്ടിയടിച്ച ആ അടിപ്പുണ്ടല്ലോ, ആ അടിപ്പ് മാത്രം ഒന്ന് മടക്കി വെച്ചും നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ പാകത്തിന് നമ്മൾ കയറ്റി വെച്ച് ഇതുപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതുപോലെ അടിച്ചെടുത്തിട്ട് സൈഡ് കൂട്ടി അടിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ സൈഡ് കൂട്ടി അടിച്ചതിന് ശേഷമാണ് കേട്ടോ എലാസ്റ്റിക്കിനുള്ള സംഭവം ചെയ്യുന്നത്. നമ്മൾ പടിയൊന്നും അല്ലല്ലോ വെക്കുന്നത്. പടിയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം പടിയൊക്കെ തയ്ച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പടിയൊന്നും വെക്കാണ്ട് സിമ്പിളായിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ ഇതുപോലെ തയ്ച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, സൈഡ് രണ്ടും അടിച്ചെടുക്കാം. സൈഡ് രണ്ടും അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് ഇടാനുള്ള സംഭവം ചെയ്യാം കേട്ടോ. അപ്പം ക്ലോത്തിൻ്റെ രണ്ട് ഭാഗവും ചേർത്ത് ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടിച്ചു കൊടുക്കാം. നേരെ വെച്ച് കൊടുത്തതിന് ശേഷം ലൈനിങ്ങും നല്ല തുണിയും എല്ലാം ഒപ്പത്തിനൊപ്പം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സൈഡ് അടിച്ചു കൊടുക്കാം. പാവാടയുടെ സൈഡ് ഭാഗമാണ് നമ്മളിപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. സൈഡ് ഭാഗം ശരിക്കും വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ എലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒറ്റ പണിയും കൂടി ഉള്ളൂ, എലാസ്റ്റിക്കിൻ്റെ ഭാഗം അടിച്ചെടുക്കുക. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പാവാട റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തയ്ച്ച ആ ഭാഗം ഒന്ന് മടക്കി താഴേക്ക് എലാസ്റ്റിക് കടത്തി വിടാൻ പാകത്തിന് വീതിപ്പാടിലാണ് നമ്മൾ ഇത് മടക്കി അടിക്കുന്നത്. അപ്പം ഇതുപോലെ ക്ലോത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. നമ്മൾ ആദ്യം അടിച്ച ആ അടിപ്പ് കുഞ്ഞതായിട്ട് മടക്കി നമുക്ക് എലാസ്റ്റിക് കടത്തി വിടാൻ പാകത്തിന് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഫുള്ളായിട്ട് വട്ടത്തിൽ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഗ്യാപ്പില്ലാണ്ട് അടിച്ചെടുക്കുകയല്ല, നമ്മൾ എലാസ്റ്റിക് ഉള്ളിലൂടെ കടത്തി വിടാൻ പാകത്തിന് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് അടിച്ച് തീർക്കുന്നത് കേട്ടോ. അത് ലാസ്റ്റ് ഭാഗത്തിൽ നമ്മൾ അടിച്ച് നിർത്തുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാം. അപ്പോൾ അതുവരെയുള്ള ഭാഗങ്ങൾ ഇതുപോലെ അടിച്ചെടുക്കുക. വൃത്തിയായിട്ട് ചെരിഞ്ഞു പോകാണ്ട്. നമ്മൾ വണ്ണം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കയറത്തില്ല. അപ്പോൾ അത് നോക്കി വണ്ണം കറക്റ്റ് എടുത്തിട്ട് തന്നെ തയ്ച്ചു പോകണം. അല്ലെങ്കിൽ എലാസ്റ്റിക് ചിലപ്പം പകുതി വരെ എത്തും, പകുതി വരെ കീറാതെ അവസ്ഥയായി പോകും. അതുകൊണ്ട് ഒരേ വണ്ണത്തിൽ തന്നെ പടിഭാഗം അടിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ അറ്റത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കെട്ടിട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വെച്ചും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടോ എലാസ്റ്റിക് കയറ്റി കൊടുക്കാൻ പാകത്തിന് മാത്രം ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ എലാസ്റ്റിക്കയിൽ ഒരു പിന്നിട്ടിട്ട് എലാസ്റ്റിക് ഞാൻ ഉള്ളിലേക്ക് പാവാടയുടെ അരഭാഗത്തേക്ക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ അടിച്ച അരഭാഗത്തേക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് എലാസ്റ്റിക് നീക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു പാവാടയാണ് കേട്ടോ ഇത്. വളരെ എളുപ്പമാണ്. അധികം അടിപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ കുറഞ്ഞ അടുപ്പിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാവാടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഗ്യാപ്പ് ആദ്യം ആ ഇലാസ്റ്റിക് തമ്മിലൊന്ന് കൂട്ടിയടിക്കുക. ഒരു 2-3 വട്ടമൊക്കെ കൂട്ടിയടിച്ചതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇലാസ്റ്റിക് വലിയുമ്പോൾ സ്റ്റിച്ച് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 വട്ടം അടിക്കുക. അത് കഴിഞ്ഞിട്ട് ആ അടിച്ച ഭാഗം നമുക്ക് ഉള്ളിലേക്ക് കയറ്റി കൊടുത്തതിന് ശേഷം ആ ഗ്യാപ്പ് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതോടെ നമ്മുടെ പാവാട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കഴിയുമ്പോൾ മനോഹരമായിട്ടുള്ള കുഞ്ഞി പാവാട റെഡി ആയിട്ടുണ്ട്. 2.5 വയസ്സുള്ള കുട്ടിക്ക് ഇത് നല്ല പാകത്തിനുള്ള ഇറക്കമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ എലാസ്റ്റിക്കിൽ ചുരുണ്ട ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പാവാട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സിമ്പിൾ ലുക്കൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുത്തുകളും കൂടി പിടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മുത്ത്. ആ മുത്തും കൂടി പിടിപ്പിച്ചിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.